ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അൺഡൗട്ടഡ്ലി TCS ആണ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ്. അവർക്ക് വിവിധ മേഖലകളിലുള്ള സർവീസുകളുണ്ട്. ഞാൻ ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ കൊച്ചിൻ കോർപ്പറേഷനെ കുറിച്ച് TCS നടത്തിയിട്ടുള്ള ഒരു പഠന റിപ്പോർട്ട് വായിച്ചത് എൻ്റെ ഓർമ്മകളിലുണ്ട്. ഇപ്പോഴും വളരെ സിസ്റ്റമാറ്റിക്കായി വളരെ ഗംഭീരമായി പഠനം നടത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അത് IT കമ്പനി ആണെങ്കിലും ചില മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി സേവനങ്ങൾ കൂടി അത് നൽകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യക്ക് വളരെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കമ്പനിയാണ് അത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനി അതാണ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ്. വരുമാനത്തിൻ്റെ കാര്യത്തിലും അതുപോലെ ഇൻകത്തിൻ്റെ കാര്യത്തിലും എല്ലാം കൊണ്ടും തന്നെ വലിയ കമ്പനിയാണ്. ഏതാണ്ട് 48-50ഓളം രാജ്യങ്ങളിലായി 156ലധികം വരുന്ന ഓഫീസുകൾ അവർക്കുണ്ട്. അത്തരത്തിൽ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊന്നാണ്. ഇനി ഏതാണ്ട് 100ഓളം കമ്പനികളല്ല, 95-100ഓളം കമ്പനികളുള്ള ഒരു വലിയ വ്യവസായ ഗ്രൂപ്പാണ് ടാറ്റ എന്ന് പറയുന്നത്. ആ ടാറ്റയുടെ റവന്യൂവിൻ്റെ 65% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ്. അപ്പോൾ അവിടെയൊക്കെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത്രമാത്രം നല്ലൊരു കാര്യമായിട്ടാണ് ആളുകളൊക്കെ തന്നെ കണക്ക് കൂട്ടുന്നത്. ഇൻഫോസിസ് പോലെയുള്ള, വിപ്രോ പോലെയുള്ള കമ്പനികൾ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി വലിയ കമ്പനിയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ TCS ഈ കഴിഞ്ഞ ഏതാണ്ട് 3-4 ദിവസങ്ങളായി വലിയ വിവാദത്തിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിവാദത്തിൽപ്പെടാൻ കാരണം ടാറ്റ കൺസൾട്ടൻസി സർവീസസിൻ്റെ ഒരു ചെറിയ ഓഫീസ് നാസിക്കിൽ മഹാരാഷ്ട്രയിലുള്ള ഒരു BPO ഉണ്ട്, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് നടത്തുന്ന ഒരു ഓഫീസിൽ നിന്നും അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ കൊണ്ടുവന്ന് ഒരു പരാതി അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നു. ആ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുള്ള പരാതി എന്ന് പറയുന്നത് 20കളുടെ തുടക്കത്തിലുള്ള ഈ പെൺകുട്ടി ജോലിക്ക് കയറിയതിന് ശേഷം വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്നും, ഒരു ഹിന്ദു ആരാധന പുലർത്തിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടിയുടെ മാറ്റമുണ്ടായി എന്നും, അത് മതപരമായി മറ്റൊരു മതത്തിലേക്കുള്ള ആരാധനാക്രമങ്ങളിലേക്ക് പോകുന്നുവെന്നും, സ്വഭാവങ്ങളിൽ വലിയ സവിശേഷതകൾ കാണുന്നു എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതിയായിരുന്നു അത്. അപ്പോൾ മഹാരാഷ്ട്ര പോലീസ് ഇതിനെ വളരെ ഗൗരവത്തിലെടുക്കുകയും അവിടെ ഒരു അണ്ടർ കവർ ഓപ്പറേഷന് വേണ്ടിയിട്ട് ആ ഓഫീസിൽ അവർ കയറിപ്പറ്റുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ വനിതാ പോലീസ് ഓഫീസേഴ്സൊക്കെ തന്നെ അവിടെ സ്വീപ്പേഴ്സായിട്ടും മറ്റ് പല ജോലികൾക്ക് വേണ്ടിയിട്ട് കുറേ മെയിൽ പോലീസുകാരും ഒക്കെ തന്നെ അവിടെ കയറിപ്പറ്റുകയൊക്കെ ചെയ്തു. അങ്ങനെ അണ്ടർ കവർ ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. ആ റിപ്പോർട്ട് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചില തെളിവുണ്ട് എന്നുള്ളതും, മതപരമായിട്ടുള്ള ഹിന്ദു പെൺകുട്ടികളെ ഇത്തരത്തിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മതപരമായ അധിക്ഷേപങ്ങളടക്കമുള്ള നിരവധി കാര്യങ്ങൾ അതിനകത്ത് നടത്തുന്നുണ്ട് എന്നുള്ളതും കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതി കൂടാതെ മറ്റ് 8 പരാതികൾ കൂടി വന്നു. അങ്ങനെ ടോട്ടൽ 9 പരാതികളായി. ആ 9 പരാതികളിൽ ഒരെണ്ണം മാത്രമാണ് ഒരു ആൺകുട്ടിയുടെ പരാതിയുണ്ട്. ബാക്കിയുള്ളതെല്ലാം സ്ത്രീകളാണ്, പെൺകുട്ടികളാണ്. പ്രതിസ്ഥാനത്തുള്ളത് 7 പേരാണ്. 7 പേരെന്ന് പറയുന്ന ആസിഫ് അൻസാരി, ഷഹീഫ് ഷെയ്ഖ്, ഷാരൂഖ് ഖുറേഷി, റാസ മേമൻ, തൗഫീഖ് ബക്തർ എന്ന് പറയുന്ന ആളുകളും, കൂടാതെ അവിടുത്തെ HR മേധാവിയാണ് എന്നാണ് നമ്മൾ ആദ്യം കേട്ടിരുന്നത്. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് നിധ ഖാൻ എന്നാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പാരൻസും വീട്ടുകാരും ഒക്കെ വന്ന് പറഞ്ഞേക്കണത് അങ്ങനെ ഒരു കാര്യമില്ല, അത് അവിടുത്തെ ഒരു സാധാരണ ടെലികോളറാണ് നിധ ഖാൻ എന്നാണ് പറഞ്ഞേക്കണത്. നമുക്ക് എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അവിടെ ഉയർന്നിരിക്കുന്ന പരാതികളെന്ന് പറയുന്ന അതീവ ഗൗരവമുള്ളതാണ്. കാരണം ലൈംഗിക പീഡനമുണ്ട്, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്, ഇസ്ലാം മത നിർബന്ധിത പരിവർത്തനമുണ്ട്, ഉയർന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ, നിങ്ങൾക്ക് സാലറി ഇൻക്രിമെൻറ്റ് വേണമെങ്കിൽ നിസ്കരിക്കാൻ പ്രേരിപ്പിച്ചു വന്നിട്ട്, റമദാൻ മാസത്തിൽ ഉപവസിക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ട്, ബീഫ് കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടുണ്ട്, നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ പോലും എനിക്ക് വലിയ സംശയങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം. കാരണം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ബുദ്ധിയും ബോധവും വിവരമുള്ള ആളുകളാണ് അവിടെ ജോയിൻ ചെയ്യുക എന്നുള്ളത് തന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ പെൺകുട്ടികൾ ആരും ഇത്രയും കാലം പുറത്തു വന്ന് പറഞ്ഞില്ല, എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെ ഉള്ളത് വലിയ സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൽ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത്, മറ്റ് ഈ പറയുന്ന പോലെ ഹിന്ദുത്വ തീവ്ര ആളുകളൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നൊരു കാര്യം, ഇത് മയക്കുമരുന്ന് കൊടുത്ത് ഇവരെ കോർപ്പറേറ്റ് ടൂറുകൾ, വിസിറ്റുകൾ എന്നുള്ള നിലക്ക് ചില റിസോർട്ടുകളിൽ എത്തിക്കുകയും അവിടെ നിന്ന് ലൈംഗികമായി പീഡിപ്പിക്കുകയും അതിനുശേഷം ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇവരൊക്കെ പുറത്ത് പറയാത്തത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, മലേഷ്യയിൽ നിന്നുള്ള ഇത്തരത്തിൽ ഉള്ള ഈ പറയുന്ന മതപരിവർത്തനമൊക്കെ നടത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില നമ്മളെന്താ പറയുക, അവരെ സ്കോളേഴ്സായി നടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻകൂട്ടൊക്കെ നടക്കുന്ന ഈ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ ഗുരു എന്നൊക്കെ അറിയപ്പെടുന്ന ചില ആളുകൾക്ക് കൂടി ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്.
അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് വലിയ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാഷണൽ മീഡിയ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മലയാളം മീഡിയകൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തില്ല. മലയാളം മീഡിയകൾ മടിച്ചാണ് ഏറ്റവും ഒടുവിൽ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തത്. കാരണം ഇത് റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം, ഇതിൻ്റെ പുറകിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് പലപ്പോഴും നമുക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതീഷ് വിശ്വനാഥൻ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഈ പറയുന്ന പോലെ ഒരു ഹിന്ദു തീവ്ര വലതുപക്ഷവാദി, അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടുണ്ടായി. നിസ്കരിക്കുന്നവർക്ക് ശമ്പള വർധന, അതുപോലെ തന്നെ ലൈംഗിക പീഡനം, ബ്ലാക്ക് മെയിലിംഗ്, കോർപ്പറേറ്റ് ഔട്ടിംഗ് എന്ന വാചന, ഹിന്ദു പെൺകുട്ടികൾ റിസോർട്ടിലെത്തിക്കൽ, പിന്നെ ലിപ്സ്റ്റിക് ഒഴിവാക്കാൻ അവരെ നിർബന്ധിച്ചു. ഇങ്ങനെ ഇതിൻ്റെ ഇരകൾ 50 വരെ എത്തിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന നിഗമനങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുള്ളത്. അതിൽ 3 ക്രിസ്ത്യൻ പെൺകുട്ടികൾ കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത്. എന്താണെങ്കിലും ശരി, ഇത് വലിയ തോതിൽ TCS നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. TCS ഇത് അക്നോളജ് ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങൾ ശരിയാണ്. അവരും കൂടി ഈ പറയുന്ന പ്രതികളെ ഏതാണ്ട് പുറത്താക്കിയിട്ടുണ്ട്. പുറത്താക്കിയത് കൂടാതെ ബോംബെയിലുള്ള ഈ നിധാ ഖാൻ എന്ന് പറയുന്ന HR ഹെഡ് എന്ന് പറയുന്ന അവരായിരുന്നു ഇതിൻ്റെ കിങ് പിൻ എന്ന് പറയുന്നത്. 2 പേരാണ് ഇതിൻ്റെ ഒരു ബ്രെയിൻ എന്ന് പറഞ്ഞത്. അത് തൗഫീഖ് അക്തറും അതുപോലെ നിധാ ഖാനുമാണ്. നിധാ ഖാൻ എന്ന് പറഞ്ഞാൽ 25-26 വയസ്സുള്ളൊരു സ്ത്രീയാണ്. അവരിപ്പോൾ ഏറ്റവും ആദ്യത്തെ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ വേണമെന്ന് പറഞ്ഞ് അവർ കോർട്ടിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ആകെ ഒരു ദുരൂഹമായിട്ടുള്ള സാഹചര്യമാണ് എന്നുള്ളത് നമുക്ക് പറയാതെ വയ്യ. അപ്പോൾ ഇത് ഓൾ ഇന്ത്യ ലെവലിൽ വലിയ കൊടുങ്കാറ്റായി മാധ്യമങ്ങളൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു 4-5 ദിവസമായി ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഇത് പലപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ചില വാർത്തകളായതുകൊണ്ടാണ് ഞാനടക്കം ഇത് ഏറ്റവും ആദ്യമേ തന്നെ വീഡിയോകൾ ചെയ്യാതിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലും അതുപോലെ ഏഷ്യാനെറ്റും ഒക്കെ തന്നെ ഇതിൻ്റെ വാർത്തകൾ കൊടുത്തിരുന്നു. മറ്റ് ചാനലുകൾ നിങ്ങൾ അറിയേണ്ടത് ഇന്ത്യ ടുഡേ ആണെങ്കിലും അല്ലെങ്കിൽ റിപ്പബ്ലിക് TV ആണെങ്കിലും അവരൊക്കെ നേരത്തെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നുണ്ട്. ഇതിന് മറ്റൊരു വേർഷൻ കൂടി ഈ ഇന്ത്യ മഹാരാജ്യത്ത് വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് ഈ ബഹുദൈവ വിശ്വാസികളെ ലൈംഗികമായി അതിക്രമിക്കണം എന്ന് പലപ്പോഴും ഈ പറയുന്ന മുസ്ലിം അവരുടെ വിശ്വാസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള പ്രചരണങ്ങളടക്കം വരുന്നുണ്ട്. എന്താണെങ്കിലും ശരി, ഇത് വലിയ തോതിൽ കേരളത്തിൽ ഇന്ത്യയിലുമൊക്കെ കത്തിപ്പടരുന്ന ഒരു കാര്യമാണ് ഇത്. പക്ഷേ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് കേരള സ്റ്റോറിയിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള അതേ ആംഗിളുകൾ, അതേ കാര്യങ്ങൾ, ബീഫ് കഴിക്കാൻ നിർബന്ധിച്ചു, അതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, ലൈംഗികമായി ഉപദ്രവിക്കുന്നു, അതുപോലെ ലവ് ജിഹാദ് നടത്തുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ ഉയർത്താനുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു തിരക്കഥയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് നമുക്കറിയില്ല. ഇതിൻ്റെ പിന്നിൽ ഇപ്പം ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന് പറയുന്ന മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അവിടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം കൃത്യമായി നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഇത് ഏതാണ്ട് പകുതിയോളം വരുന്ന കാര്യങ്ങൾ അവർ അക്നോളജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഇത്തരത്തിലുള്ള ആളുകളെ പുറത്താക്കുമെന്നും ഇനി ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ പലപ്പോഴും ഇതിൽ കുറച്ചുകൂടി അതിശയോക്തിപരമായിട്ടുള്ള കഥകൾ കൂടിയുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഇത് ഒറ്റടിക്ക് നമുക്ക് വിഴുങ്ങാൻ കഴിയില്ല. പക്ഷേ കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളൂ. പുതിയ വിവരങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിധാ ഖാൻ എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്ന കാര്യം അവരൊരു HR ഹെഡ് അല്ലായിരുന്നു എന്നും അവരവിടുത്തെ ഒരു സാധാരണ ടെലികോളർ ആയിരുന്നു എന്നുമൊക്കെയാണ്. അവരുടെ മുകളിൽ 3 ലെയറുള്ള വലിയ ഉദ്യോഗസ്ഥർ കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഒന്നും ഈ കാര്യം അറിയിച്ചില്ലേ എന്ന് പറയുന്ന വലിയ സംശയങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇരകളുടെ എണ്ണം 50ഓളം ആകുമെന്ന് പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണ്. ഒരുപക്ഷെ ഇനി കോടതികളിൽ നിന്നുള്ള റെഫറൻസ് വരുന്നത് വരെ ഇത് നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാൻ പോലും കഴിയാത്ത പല ലിങ്കുകൾ, നമ്മുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ പല കണക്ട് ചെയ്യാൻ കഴിയാത്ത പല ലിങ്കുകളും ഇതിനകത്തുണ്ട് എന്നുള്ളത് കൂടിയാണ് വാസ്തവം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇതുമായി ബന്ധപ്പെട്ട് 8ഓളം വരുന്ന പരാതികൾ വന്നിരിക്കുന്നു, 9ഓളം വരുന്ന പരാതികൾ വന്നിരിക്കുന്നു. അതിൽ ചില ആളുകൾക്ക് മേൽ നടപടിയെടുത്തിരിക്കുന്നു. ഈ നേരത്തെ പറഞ്ഞ പേരുകാരെല്ലാവരും തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതെല്ലാം വാസ്തവമാണ്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. നമ്മുടെ ചാനലിലേക്ക് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ 1-2 വീഡിയോകളിൽ മാത്രം ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സഹായകമാകുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള സ്കീമുകളുണ്ട്. ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള ഇതുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളത് കഴിയുന്ന ആളുകൾ മാത്രം എടുത്താൽ മതി, ഒരു നിർബന്ധവുമില്ല. അപ്പോൾ അതിൽ വലിയ റെസ്പോൺസാണുള്ളത്. എൻ്റെ പ്രേക്ഷകരോട് നന്ദി. അത് കുറേ പേരെങ്കിലും മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ചില ആളുകൾ ആ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ചില പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചോദിക്കുകയും നമ്മുടെ തന്നെ നേരിട്ടുള്ള ഗൂഗിൾ
ഗൂഗിൾ പേയും അതുപോലെ അക്കൗണ്ടും ഒക്കെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ തൽക്കാലം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ കഴിയുന്നുള്ളൂ. ആകെ ചെയ്യാൻ കഴിയുന്നതിലൂടെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയുന്നതാണ്. അത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പെർക്സോ കാര്യങ്ങളോ കിട്ടും എന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുത്. സാധ്യമാകുന്ന ആളുകൾ മാത്രം ചെയ്താൽ മതി. ഏറ്റവും വലിയ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വീഡിയോകൾ മുഴുവനായും തന്നെ കാണുകയും താഴെ നിങ്ങൾ അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോകൾ ഒരു 10 ദിവസം കൂടുമ്പോഴോ ആഴ്ചകളിലോ ഒന്നായിട്ടോ നമ്മൾ അത്തരം കാര്യങ്ങൾ കൂടി ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. എന്താണെങ്കിലും മെമ്പർഷിപ്പ് എടുത്തവർക്ക് നന്ദി, ഇനി എടുക്കാനിരിക്കുന്നവർക്ക് നന്ദി. തീർച്ചയായിട്ടും വീഡിയോ കാണുക എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു.